ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ ബാക്കി വിശേഷങ്ങളായാലോ. ഇന്നലെ എങ്ങോട്ടാണ് പോയതെന്നല്ലേ, നേരെ ഞങ്ങൾ പോയത് ഇബിൻ ബത്തൂത മാളിലേക്കായിരുന്നു. ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ എന്തെങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കുന്നതെന്നല്ല, വേറൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ശരിക്കും സ്കൈ ആണെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കിത് ശരിക്കും അതിശയമായിട്ടാണ് തോന്നിയത്. ഞാനേട്ടനോട് പറയുകയും ചെയ്തു, ഏട്ടാ എന്തൊരു ഭംഗിയാണ് കാണാനെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്ന്. നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ അതുപോലെ ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇത് വേറെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ നടന്നു. അത്യാവശ്യം വലിയ മാൾ തന്നെയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നടന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഫുഡ് കോർട്ടിൽ ഇരുന്നു. സംഭവം ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ അവിടെ പോയി ഇരുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു. അപ്പേട്ടൻ പറഞ്ഞു വാ നമുക്ക് ഉള്ളിലേക്ക് നടക്കാമെന്ന് പറഞ്ഞു. അതുപോലെ അതിശയിപ്പിച്ച മറ്റൊരു കാഴ്ചയായിരുന്നു അത്. എന്താ പറയുക എനിക്കറിയില്ല, അത്ര അടിപൊളിയായിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം ഫോട്ടോസ് ഇതൊക്കെ എടുത്തപ്പോഴാണ് സ്റ്റാർബക്സ് കാണുന്നത്. അപ്പോഴാണ് മ്യൂസിക് കേൾക്കുന്നത്. ഇതെന്ത് ഡാൻസാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഓരോ മനുഷ്യന്മാരെ കഴിവേ എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയപ്പോൾ ദാ ഇവ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ കസിനാണ്, നാട്ടിൽ പോയതായിരുന്നു, ഇപ്പോൾ ലീവ് കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോയപ്പോൾ അടുത്തൊരു കാഴ്ച കാണുന്നത് ഇതാണ്. ഇബിൻ ബത്തൂത എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഇനിയും അതിൻ്റെ ഉള്ളിൽ ധാരാളം കാണാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി സൈഡാക്കി. കുറച്ച് നേരം ഞങ്ങൾ ലുഡോ ഒക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിസ്സ വാങ്ങി ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് പിസ്സേനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കഴിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ സംഭവം അടിപൊളിയാണെന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് കരാമയിലേക്കായിരുന്നു. കസിനെ അവിടെ ആക്കും വേണം, പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുത്തയച്ച സാധനങ്ങളും വാങ്ങണം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അവനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവനെ യാത്രയാക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എത്ര ഉള്ളു ഗൈസ്, ബൈ.